അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ലിവിങ് റിലേഷൻഷിപ്പ് ആവാം, അതുകൊണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിച്ചു കയറി വിടത്തേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ എപ്പോഴും ഒരു കേസിനെ സംബന്ധിക്കുമ്പോഴേക്കും അതിൻ്റെ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് കൂടെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ ആ കാര്യം മാത്രം അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് മുന്നോട്ട്, കാരണം ഒരുപാട് ഞാൻ റീലും ഇതും എല്ലാം കണ്ട് ആ കോട്ടിക്ക് മാത്രം. അപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും കോടതി വിധികളെക്കുറിച്ച് ഓൺലൈൻ വഴി വരുന്ന ന്യൂസുകൾ അല്ലെങ്കിൽ നമ്മൾ മീഡിയയിൽ കാണുന്ന ന്യൂസുകൾ അത് എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാരിലേക്ക് ഏത് രീതിയിലാണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്ന് പറയാം. ഈ ഇടയ്ക്ക് അലഹബാദ് ഹൈക്കോടതിയിട്ട് ഒരു ദിവസം വരുന്നു ലിവിങ് റിലേഷൻഷിപ്പ്, വിവാഹബന്ധം തുടരുമ്പോഴും ലിവിങ് റിലേഷൻഷിപ്പ് ആവാം, അതൊരിക്കലും കുറ്റകരമല്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പറയുന്നു. പിറ്റേ ദിവസം അലഹബാദ് ഹൈക്കോടതി പറയുന്നു വിവാഹബന്ധം വേർപെടുത്താതെ ലിവിങ് റിലേഷൻഷിപ്പ് പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒരു കൺഫ്യൂസ് ആക്കിയ ഒരു സംഭവമായിരുന്നു. ശരിക്കും ഒന്ന് മനസ്സിലാക്കുക, കോടതി വിധികൾ എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, പ്രത്യേകിച്ച് ഫാമിലി കോടതിയിലെ കേസുകൾ വരുന്നത്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിയുടെ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി വന്നത് എന്ന് നോക്കണമെങ്കിൽ ആ കേസിന് ആസ്പദമായ സംഭവം വരണം. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇത് സപ്പോർട്ടായിട്ട് വന്നത്, അതിനകത്ത് പല മെറ്റീരിയൽ ഫാക്ട്സ് ഉണ്ടാവാം, ലീഗൽ ആസ്പെക്ട്സ് ഉണ്ടാവാം, പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കോടതി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പെറ്റീഷൻ വന്നോടെ വിധി എഴുതുകയല്ല. എതിർഭാഗവും വാദിഭാഗവും എല്ലാം കേട്ട് അതിൻ്റെ സപ്പോർട്ടിങ് റൂളിങ്സും എല്ലാം കൂടെ ചേർത്തിട്ട് കോടതിക്ക് ന്യായവും നീതിയും എന്ന് തോന്നുന്നതാണ് എപ്പോഴും കേസ് വിധിക്കുന്നത്. അതേപോലെ നിങ്ങൾ പിറ്റേ ദിവസം കണ്ടതും അങ്ങനെ ഒരു വിധി വന്നത്, ആ വിധി എന്ന് പറയുന്നത് ആ കേസിന് ഏറ്റവും യോജിക്കുന്ന രീതിയിലാണ് ആ ഒരു വിധി വന്നത്. അതായത് വിവാഹബന്ധം നിലനിർത്തിക്കൊണ്ട് ലിവിങ് റിലേഷൻഷിപ്പ് പാടില്ല എന്നുള്ളത് വന്നത്. അപ്പോൾ ആ കേസിൽ ഒരിക്കലും അത് ഭയങ്കര ക്രൂവൽറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കേസായിരിക്കാം അതിനകത്തേക്ക് വന്നത്. അപ്പം എപ്പോഴും നിങ്ങൾക്ക് വരുന്ന ന്യൂസ് എന്ന് പറയുന്ന ആ ഹെഡ്ലൈൻ മാത്രമായിരിക്കാം. കേസ് ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ ആയിരിക്കാം വിധിച്ചത്, പക്ഷേ അതിനകത്ത് ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും വിധികൾ വരുന്നത്. ആ വിധികൾ നമ്മൾ ഒരു കേസിന് റെലവൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഈ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി റെലവൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ ഫാക്ട്സും എൻ്റെ കേസിൻ്റെ ഫാക്ട്സും സിമിലർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ബഹുമാനപ്പെട്ട കോടതി ഇതേപോലെ അലഹബാദ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് എന്ന് കോടതി എടുത്ത് ബോധിപ്പിക്കാൻ പറ്റും. അതല്ലാതെ അത് മാത്രമാണ് കണ്ട് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ലിവിങ് റിലേഷൻഷിപ്പ് ആവാം, അതുകൊണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിച്ചു കയറി വിടത്തേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ എപ്പോഴും ഒരു കേസിനെ സംബന്ധിക്കുമ്പോഴേക്കും അതിൻ്റെ കേസിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് കൂടെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ ആ കാര്യം മാത്രം അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് മുന്നോട്ട്, കാരണം ഒരുപാട് ഞാൻ റീലും ഇതും എല്ലാം കണ്ട് ആ കോട്ടിക്ക് മാത്രം. അപ്പോൾ എനിക്ക് തന്നെയാണെങ്കിൽ ഒരു കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിൻ്റെ മൊത്തം കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എടുക്കും. ജഡ്ജ്മെൻ്റ് എടുത്തുകൊണ്ട് വായിച്ചു നോക്കിയിട്ടായിരിക്കും അത് കറക്റ്റായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഹുലയിൽ വന്നിട്ട് 10 ലക്ഷം 20 ലക്ഷം എന്തോ കോമ്പൻസേഷൻ വിധിച്ചു എന്ന് പറഞ്ഞ കേസ്. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് ഹുല ചെയ്തവരെല്ലാവരും പാനിക്കായി. ഈവൻ എൻ്റെ ക്ലയൻസ് തന്നെയാണെങ്കിലും പാനിക്കായി. അയ്യോ ഇതെന്താ ഇങ്ങനെ വെച്ച് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് അത് ജില്ലാ കോടതിയാണ് വിധിച്ചത്, ഹൈക്കോടതിയോ അല്ലെങ്കിൽ എൻ്റെ മുകളിലുള്ള കോടതിയോ അല്ല. രണ്ടാമത്തെ കാര്യം, ആ കേസ് അങ്ങനെ വിധിക്കണമെങ്കിൽ ചിലപ്പോൾ അതിന് കോടതിക്ക് ന്യായമായി എന്തെങ്കിലും കാരണം കാണാമായിരിക്കാം. വിത്തൗട്ട് എന്നെ റീസൺ ആയിരിക്കാം കുല ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഈ പുരുഷനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവാം, തിരിച്ചു കാശ് കൊടുക്കേണ്ടതാവാം, പർപ്പസ്ഫുള്ളി ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇതൊക്കെ കോടതിയുടെ മുമ്പേ തെളിഞ്ഞിട്ടായിരിക്കും കോർട്ട് ഓരോ വിധി വരുന്നത്. അപ്പം നിങ്ങളെപ്പോഴും വിചാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിൻ്റെ ആ കോട്ടിങ് മാത്രം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കരുത്. പിന്നെ നമുക്കെപ്പോഴും നിയമം എന്ന് പറയുന്നത് അതങ്ങനെ സ്റ്റാറ്റ്യൂട്ട് എപ്പോഴും നിലനിൽക്കും. പിന്നെ കോടതി വരുന്ന ഇൻ്റർപ്രറ്റ് വരുന്ന ഈ നിയമവും നമുക്ക് വരുന്ന സാഹചര്യമായിട്ട് കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ആ കേസിന് സപ്പോർട്ടായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധികളാണ് കോടതികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ആ കോടതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു, മറ്റേ ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കിയാലും ചാനലിലും എവിടെയും അത് മാത്രം വരുന്നു. അപ്പോൾ റീസൺസ് നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അതിനൊക്കെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് മനസ്സിലാക്കിയിട്ട് വേണം ആ കേസിൻ്റെ വിധിയുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട്. നന്ദി, നമസ്കാരം.